കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ആലോചിക്കുന്നു. കുട്ടിയാനെ ആയതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കണമോ ഇല്ലയോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ അത്തരമൊരു ആലോചന നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ, അതായത് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ജനക്കൂട്ടം ഉൾപ്പെടെ ആനയെ കാണുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് വഴിമാറും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് മുൻകൂട്ടി അത്തരമൊരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ആനയെ വളരെ ശാന്തമായി ഈ സ്ഥലത്ത് തന്നെ നിലനിർത്തുക എന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. DFO ഉൾപ്പെടെ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ആന അവശനിലയിലാണ് നിലവിലുള്ളത്. ആനയുടെ തുമ്പിക്കൈയുടെ ഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതൊരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ആനയെ വനം വകുപ്പും മറ്റ് നാട്ടുകാരുമൊക്കെ ബഹളമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമൊക്കെ വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ പിന്നീട് ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അപ്പോൾ ഓടുന്നതിനിടയിൽ, ഇന്നലെ രാത്രി ഓടി മാറുന്നതിനിടയിൽ എവിടെയെങ്കിലും വീണ് പരിക്ക് പറ്റിയതാവാം എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്.